ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയറിലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എയറിലല്ല, ബഹിരാകാശത്താണ് എത്തിയിട്ടുള്ളത്. കാരണം തിയേറ്ററിൽ ബബ്ബബ്ബ റിലീസായ സമയത്ത് എയറിലായിരുന്നു എയറിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലായിരുന്നു. ആ നിലക്കായിരുന്നു സിനിമ കാട്ടിക്കൂട്ടിയത്. ലാലേട്ടൻ്റെ അഭിനയമായാലും അല്ലെങ്കിൽ ദിലീപ് തൂറ്റി 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 ഒരു വിധമായിട്ട് ലാസ്റ്റ് വന്ന സിനിമയാണ് ബബ്ബബ്ബ എന്നുള്ളത്. ഒരുപാട് പരാജയ സിനിമകൾക്ക് ശേഷം ദിലീപ് അഭിനയിച്ച സിനിമയാണ് ബബ്ബബ്ബ, ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ ആ സിനിമ ഓൾറെഡി എയറിലായിരുന്നു. ഇപ്പോൾ OTT റിലീസിന് ശേഷം അത് ബഹിരാകാശത്തെത്തിയിട്ടുണ്ട്. ഓൾറെഡി എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇത് OTTയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ബഹിരാകാശത്ത് എത്തുന്നു. അപ്പോൾ ആ പ്രതീക്ഷിച്ചപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവം എവിടെ എത്തിയിട്ടുണ്ട്? ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് എപ്പോൾ ഭൂമിയിലെത്തും എന്നറിയില്ല. കാരണം ഒരു അവിഞ്ഞ ലുക്ക്. യൂട്യൂബേഴ്സ്, അതായത് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരല്ലെങ്കിൽ ട്രോളന്മാർ ഒക്കെ പറയുന്നത് കാട്ടപരാധം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അത്തരത്തിലേക്കാണ്ട് പോകുന്നില്ല. കാരണം അത് പറയണത് ശരിയല്ല. കാരണം ഇങ്ങനെയൊക്കെ ഒരു കാട്ടപരാധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ തരം താഴ്ത്തി കഴിഞ്ഞാൽ അത് പലർക്കും അത് ബുദ്ധിമുട്ടാകും. ആയിരിക്കും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് കാട്ടപരാധം എന്നൊന്നും നമ്മൾ പറയില്ല. കാരണം കാട്ടപരാധം എന്ന് നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ തരം താഴ്ത്തരുത്. ഒന്നില്ലെങ്കിൽ അവരൊക്കെ നല്ല നല്ല ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ മുത്താണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ചെയ്യുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ദിലീപിന് പിന്നെ പൊതുവേ ഇപ്പോൾ തൂറ്റി എന്താ പറയുക, ഇനി തൂറ്റാനില്ല, ആ നിലക്ക് തൂറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ബബ്ബബ്ബായിട്ട് ദിലീപും ലാലേട്ടനും കൂടിയിട്ട് വന്നത്. അപ്പോൾ OTTയിൽ എന്തായി, ബഹിരാകാശത്തെത്തി. തിയേറ്ററിൽ എയറിലായിരുന്ന സിനിമ ഇപ്പോൾ OTTയിൽ എത്തി നോക്കുമ്പോൾ ബഹിരാകാശത്തെത്തി. ഫുള്ള് ട്രോളാണ്. ട്രോള് എന്ന് പറഞ്ഞാൽ ട്രോളിൻ്റെ പെരുമഴ പൂക്കാലം എന്നൊക്കെ പറയില്ലേ, പെരുമഴക്കാലല്ല, പെരുമഴപ്പൂക്കാലം. അപ്പോൾ ആ ലെവലിലേക്ക് എന്തായി, സിനിമ വൻ ഫ്ലോപ്പായി മാറി. അതായത് OTTയിൽ റിലീസാകുമ്പോൾ വൻ ഹിറ്റായി മാറും, OTTയിൽ കാണാൻ അടിപൊളിയാകും എന്നൊക്കെ ഉള്ളൊരു ലെവലിലുള്ള ചർച്ചകളായിരുന്നു. സിനിമ OTTയിൽ എത്തി കണ്ട് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കാണുന്ന സമയത്ത് പല സീനുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിലും തിയേറ്ററിൽ കണ്ടതിനേക്കാൾ വളരെ മോശകമായിട്ട്, വളരെ അരോചകമായിട്ട് തോന്നി, അല്ലെങ്കിൽ തോന്നിപ്പോകും. ആ ലെവലിലേക്ക് ആയി മാറി OTT റിലീസ്, അല്ലെങ്കിൽ OTTയിൽ സിനിമ വന്നത്. സിനിമ തിയേറ്ററിൽ ഞാൻ പോയിട്ട് കണ്ടതാണ്. അപ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി കണ്ട ലെവലിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ലെവലിലും ഈ OTT ലെവലും കൂടി നോക്കുന്ന സമയത്ത് OTT ഒന്നുമല്ലാതെ, എയറിലായിരുന്ന ബബ്ബബ്ബ ഇപ്പോൾ ബഹിരാകാശത്ത് എത്തി നിൽക്കണം. ഇനി എപ്പോൾ ഭൂമിയിലെത്തും എന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. കാരണം ഇത് ഈ അടുത്ത കാലത്തൊന്നും എന്ത് ചെയ്യില്ല, ഭൂമിയിലെത്തില്ല, ബഹിരാകാശത്ത് തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.